നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇന്നലെ പറഞ്ഞത് എഡ്യൂക്കേഷനെ കുറിച്ചും ടീച്ചിങ്ങിനെ കുറിച്ചും ചില അടിസ്ഥാനപരമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെയാണ് ഇന്നലെ ഡിസ്കസ് ചെയ്തത്. അതിലെ പ്രധാന കാര്യം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യൻ എന്ന ജീവി ജനിതക കൈമാറ്റത്തിലൂടെയും ഭാഷയുടെ സഹായത്താലും ഒരു തലമുറയിൽ നിന്നും അടുത്ത തലമുറയിലേക്ക് അറിവുകൾ കൈമാറ്റം ചെയ്യും. അങ്ങനെ ഒരു തലമുറയിൽ നിന്നും അടുത്ത തലമുറയിലേക്ക് അറിവ് കൈമാറ്റം ചെയ്യുന്നതിനെയാണ് എഡ്യൂക്കേഷൻ എന്ന് നമ്മൾ പറയുന്നത്. മനുഷ്യന് മാത്രമാണ് ഈ രണ്ട് രീതിയിലൂടെയും കൈമാറ്റം ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ആ കഴിവാണ് മനുഷ്യനെ ഈ ഭൂമിയിലെ ഏറ്റവും അതിജീവന സാധ്യതയുള്ള ജീവിയാക്കി മാറ്റിയത്. ഇപ്പോൾ തിരക്കുള്ള റോഡ് ക്രോസ് ചെയ്യുമ്പോൾ രണ്ട് സൈഡിലേക്ക് നോക്കിയിട്ട് വേണം ക്രോസ് ചെയ്യാൻ എന്ന് അച്ഛനമ്മമാർ നമുക്ക് ഭാഷയുടെ സഹായത്താൽ പറഞ്ഞു തന്നിരിക്കുന്നു. ഒരു പട്ടിക്കുട്ടിയോട് അത് പറഞ്ഞു കൊടുത്തിട്ടില്ല. അതുകൊണ്ട് പട്ടിക്കുട്ടികൾ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ രണ്ട് സൈഡ് നോക്കിയിട്ടല്ല ക്രോസ് ചെയ്യുന്നു. ഒരു മീൻ ചൂണ്ടയുടെ കുളത്തിൽ ഭക്ഷണം കണ്ടു കഴിഞ്ഞാൽ മീൻ കുളത്തും ചൂണ്ടയിൽ വന്ന് കൊത്തും. എലിപ്പെട്ടിയുടെ അകത്ത് ഭക്ഷണം ഇരിക്കുന്നത് കണ്ടാൽ എലി അതിനകത്തേക്ക് കയറും. വർഷങ്ങളായിട്ട് തലമുറകളായിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത തലമുറ വന്നാലും എലി അത് തന്നെ ചെയ്യും. മനുഷ്യനങ്ങനെ അല്ല. മനുഷ്യന് ഒരു തലമുറയിലെ ഒരു തെറ്റ് ആവർത്തിക്കാറുള്ളൂ സാധാരണ. അത് മനസ്സിലാക്കി കഴിയുമ്പോൾ കുഞ്ഞുങ്ങളിലേക്ക് അത് പകർന്നു കൊടുക്കും. അത് ചെയ്യരുത്, അപകടമാണ്. തിളച്ച വെള്ളത്തിൽ കൈ മുക്കരുത്, പൊള്ളും. മനസ്സിലായില്ലേ? അത്തരം അറിവ് ഭാഷയുടെ സഹായത്താൽ പറഞ്ഞു കൊടുക്കുന്നതുകൊണ്ട് മനുഷ്യന് ഏറ്റവും അതിജീവന സാധ്യതയുണ്ട്. മനുഷ്യൻ മറ്റു ജീവികളെയൊക്കെ അധിപനായിട്ടാണ് മനുഷ്യൻ നിലകൊള്ളുന്നത്. അവനേക്കാൾ 10 ഇരട്ടി വലിപ്പമുള്ള ആനയെ വരെ അവൻ നിയന്ത്രിക്കുന്നു. അതാണ് ആ വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ഭൂരിഭാഗം ആ പ്രവർത്തനവും നടക്കുന്നത് ഭാഷയുടെ സഹായത്താലുള്ള ഈ കൈമാറ്റം നടത്തപ്പെടുന്നത് വിദ്യാലയങ്ങളിൽ വെച്ചാണ്. അധ്യാപകനാണ് അവിടെ ഒരു പ്രധാന റോള് വഹിക്കുന്നത്. വളരെ നിർണായകമായിട്ടുള്ള പ്രാധാന്യം അർഹിക്കുന്ന ഒരു റോള് വഹിക്കുന്ന അധ്യാപകനും ആ വിദ്യാലയവുമാണ് കുട്ടികൾക്ക് ഭാഷയുടെ സഹായത്താൽ ഇത്തരത്തിലുള്ള അറിവുകൾ പകർന്നു കൊടുക്കപ്പെടുന്ന ഈ വിദ്യാഭ്യാസ രീതി സംഭവിക്കുന്നത്. അപ്പോൾ ഈ വിദ്യാഭ്യാസ രീതി എങ്ങനെ മെച്ചപ്പെടുത്തണം എന്ന് മനുഷ്യൻ നിരന്തരം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതിനെയാണ് വിദ്യാഭ്യാസ നവീകരണ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. എങ്ങനെ നവീകരിക്കാം, എങ്ങനെ നന്നായിട്ട് കുട്ടികളിലേക്ക് അറിവുകൾ കൈമാറ്റം ചെയ്യാം, അത്തരത്തിലുള്ള ചിന്ത എപ്പോഴും മനുഷ്യന്റെ മനസ്സിലുള്ളതാണ്. അതുകൊണ്ട് എപ്പോഴും വിദ്യാഭ്യാസ നവീകരണ പ്രവർത്തനങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. മിക്കവാറും വർഷങ്ങളിൽ സിലബസ് പരിഷ്കരിക്കും, ടെക്സ്റ്റ് ബുക്കുകൾ മാറ്റും, മെത്തേഡുകൾ മാറ്റും, എപ്പോഴും നവീകരിച്ചുകൊണ്ടിരിക്കും. അപ്പം അതുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ഏറ്റവും അധികം കണ്ടുവരുന്ന, അല്ലെങ്കിൽ നമ്മൾ അതിൽ മുങ്ങിക്കിടക്കുകയാണ്. ആ മുങ്ങിക്കിടക്കുന്ന എന്തിലാണ് മുങ്ങിക്കിടക്കുന്നതെന്ന് ചോദിച്ചാൽ അത് ടെക്നോളജിയിലാണ് മുങ്ങിക്കിടക്കുന്നത്. ടെക്നോളജിയുടെ സ്വാധീനമില്ലാത്ത ഒരു ജീവിതം ആർക്കും ഇന്ന് സാധ്യമല്ല. ഏതെങ്കിലുമൊക്കെ തരത്തിൽ ടെക്നോളജി നമ്മുടെ ജീവിതത്തിനെല്ലാം സ്വാധീനിച്ചിട്ടുണ്ട്. ടെക്നോളജിയുടെ സ്വാധീനമില്ലാതെ ജീവിക്കണമെങ്കിൽ ഏതെങ്കിലും ഗുഹകളിലോ കാടുകളിലോ ഒക്കെ പോയി, അല്ലെങ്കിൽ ഹിമാലയത്തിൽ പോയി അങ്ങനെയൊക്കെ ചെയ്യാതെ സാധിക്കില്ല. ഇവിടെ ജീവിക്കുമ്പോൾ ടെക്നോളജി നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. അങ്ങനെ ജീവിതത്തിൻ്റെ ഭാഗമായ ഈ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഈ വിദ്യാഭ്യാസ പ്രവർത്തനത്തെ നവീകരിക്കാം, അതാണ് നമ്മുടെ ഈ പേപ്പറിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ളൊരു കാര്യം. ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ എഡ്യൂക്കേഷണൽ പ്രോസസ്സിനെ ഇംപ്രൂവ് ചെയ്യാം, അതാണ് നമ്മൾ ഈ പേപ്പറിൽ മുഴുവനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം അതിൽ നമ്മൾ അടിസ്ഥാനപരമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണ് ടെക്നോളജി എന്നുള്ളതാണ്. വാട്ട് ഈസ് ടെക്നോളജി? നമ്മളെപ്പോഴും പറയുന്നതാണ് ടെക്നോളജി, ഭയങ്കര ടെക്നോളജി അല്ലേ, അതിൻ്റെ പിന്നിലൊരു ടെക്നോളജി ഉണ്ട്.
എന്താണ് ആ ടെക്നോളജി എന്ന് എനിക്ക് അറിയില്ല എന്നൊക്കെ നമ്മൾ എപ്പോഴും പറയുന്നതാണ്. വാസ്തവത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ ഈ ടെക്നോളജി? എന്താണ് ടെക്നോളജി? എന്താണ്? യെസ്, കറക്റ്റ്. മനുഷ്യന്റെ ജോലി ലളിതമാക്കാൻ സഹായിക്കുന്നു. മനുഷ്യന്റെ ജോലി ലളിതമാക്കാനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ് ടെക്നോളജി എന്നാണ് ഇപ്പം നൈസർ പറഞ്ഞത്. കറക്റ്റാണ്. അപ്പം മനുഷ്യൻ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, എങ്ങനെ എൻ്റെ ജോലി ലളിതമാക്കാം, എങ്ങനെ ലളിതമാക്കാം എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജീവി മനുഷ്യൻ മാത്രമാണെന്ന് വേണമെങ്കിൽ പറയാം. മറ്റു ജീവികളൊന്നും അങ്ങനെ ചിന്തിക്കുന്നൊന്നുമില്ല. ഇപ്പൊ എലിയെ പിടിക്കൽ എങ്ങനെ ലളിതകരമാക്കാമെന്ന് പൂച്ച ചിന്തിക്കാറില്ല. ശ്രദ്ധിച്ചാൽ മനുഷ്യൻ മാത്രമേ അങ്ങനെ ചിന്തിക്കുള്ളൂ, എങ്ങനെ എളുപ്പമാക്കാം, എങ്ങനെ എളുപ്പത്തിൽ ചെയ്യാം. നിങ്ങളിപ്പോൾ ഇവിടെ വരുമ്പോഴും നിങ്ങളുടെ മനസ്സിലും അതായിരിക്കും, എങ്ങനെ BEd എളുപ്പത്തിൽ പാസ്സായി പോവാം, ഇല്ലേ ഇപ്പൊ ഇവിടെ വരാതെ എന്തെങ്കിലും രീതി ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഒരു കൊല്ലം കൊണ്ട് തീർക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള ചിന്ത മനുഷ്യന്റെ മനസ്സിലുള്ളതാണ്, എങ്ങനെ ലളിതമായിട്ട് ചെയ്യാം. അപ്പോൾ ടെക്നോളജി അതിന് യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ടെക്നോളജി എന്ന് പറയുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ ഈ ടെക്നോളജി എന്ന വാക്ക് സയൻസ് എന്ന വാക്കുമായിട്ട് ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ പേപ്പർ എന്നോട് എടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഈ സയൻസ് പഠിച്ചതുകൊണ്ട് സയൻസ് അല്ലേ, ഇപ്പൊ ടെക്നോളജി പേപ്പറല്ലേ, അന്ന് പോയി എടുത്തു. അപ്പൊ കാര്യമാണത്. ഈ ടെക്നോളജി എന്ന വാക്കിനെ സയൻസ് എന്ന വാക്കുമായിട്ട് വേർപെടുത്തി നിർത്താനായിട്ട് നമുക്ക് സാധിക്കില്ല. സയൻസിന്റെ പിൻബലമില്ലാത്ത ഒരു ടെക്നോളജിയും നിലവിലില്ല. അതുപോലെ തന്നെ ടെക്നോളജിയായി മാറാത്ത സയൻസിന് വലിയ പ്രാധാന്യമില്ല. അതാണ് അതിന് ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ. ഒന്ന്, സയൻസിന്റെ പിൻബലമില്ലാത്ത ടെക്നോളജി ഇല്ല. ഏത് ടെക്നോളജി എടുത്തു നോക്കിയാലും അതിൻ്റെ പിന്നിൽ ഒരു സയന്റിഫിക് നോളജ് ഉണ്ടായിരിക്കും. ഏത് ടെക്നോളജി എടുത്തു നോക്കിയാലും അതിൻ്റെ പിന്നിൽ ഒരു സയന്റിഫിക് നോളജ് ഉണ്ടായിരിക്കും. ഏത് വേണമെങ്കിലും എടുത്തു നോക്കാം. അതോടൊപ്പം തന്നെ സയന്റിഫിക് നോളജായിട്ട് മാത്രം ഇരിക്കാനുള്ളതല്ല പുസ്തകത്തിൽ. നേരെ മറിച്ച് അത് ടെക്നോളജി ആയിട്ട് ഡെവലപ്പ് ചെയ്യപ്പെടണം. ആ സയന്റിഫിക് നോളജ് എവിടെയെങ്കിലും അപ്ലൈ ചെയ്യണം. എങ്കിൽ മാത്രമേ ആ നോളജ് കൊണ്ട് മനുഷ്യന് ഉപയോഗമുള്ളൂ, പ്രയോജനമുള്ളൂ. എവിടെയെങ്കിലും അപ്ലൈ ചെയ്യണം. അപ്പോൾ അതാണ് ഈ രണ്ട് വാക്കുകളും തമ്മിൽ ഒരിക്കലും നമുക്ക് വേർപെടുത്താനായിട്ട് കഴിയില്ല, ടെക്നോളജിയും സയൻസും തമ്മിൽ. അപ്പോൾ ടെക്നോളജിക്ക് വളരെ ലളിതമായിട്ടുള്ളൊരു ഡെഫിനിഷൻ നമുക്ക് പറയാവുന്നതാണ്. ഇറ്റ് ഈസ് ദ ആപ്ലിക്കേഷൻ ഓഫ് സയന്റിഫിക് നോളജ് ഫോർ പ്രാക്ടിക്കൽ പർപ്പസ്. അതാണ് അതിൻ്റെ ഡെഫിനിഷനായിട്ട് പറയുന്നത്. ആപ്ലിക്കേഷൻ ഓഫ് സയന്റിഫിക് നോളജ് ഫോർ പ്രാക്ടിക്കൽ പർപ്പസ്. ടെക്നോളജിയെ കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ അത് പറയാതെ നമ്മൾ ടെക്നോളജിയെ കുറിച്ചുള്ള പേപ്പറിലേക്ക് കടന്നു കഴിഞ്ഞാൽ ടെക്നോളജി എന്നത് എന്തോ ഒരു ഭീകരമായിട്ടുള്ളൊരു കാര്യമായിട്ട് നമുക്ക് തോന്നാം. പിടികിട്ടാത്ത എന്തോ സംഭവമായിട്ട് ടെക്നോളജി നമുക്ക് ഫീൽ ചെയ്യാം. അങ്ങനെ പിടികിട്ടാത്ത ഒരു സംഭവമല്ല, വളരെ ലളിതമായിട്ടുള്ളൊരു കാര്യമാണ്. അത് ഇത്രയേ ഉള്ളൂ എന്ന് പറയാനായിട്ടാണ് ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ ഉൾക്കൊള്ളിക്കുന്നത്. ചിലപ്പോൾ ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ ചിലപ്പോൾ അത് കൂടുതൽ ചിലപ്പോൾ ബുദ്ധിമുട്ട്, കൺഫ്യൂഷൻ ചിലപ്പോൾ ഉണ്ടായേക്കാം, അതെനിക്കറിയില്ല. അപ്പോൾ ഇതിൽ ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ഓഫ് സയന്റിഫിക് നോളജ് ഫോർ പ്രാക്ടിക്കൽ പർപ്പസ്. ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയിട്ടുള്ള ശാസ്ത്രജ്ഞാനം, സയന്റിഫിക് നോളജ്, അവരത് കണ്ടെത്തി. അത് മനുഷ്യന്റെ പ്രാക്ടിക്കൽ പർപ്പസിനെ, ഇവിടെ പറഞ്ഞ പോലെ മനുഷ്യന്റെ ജീവിതം ലളിതമാക്കാനായിട്ട് ആ സയന്റിഫിക് നോളജ് ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ ടെക്നോളജി എന്ന് പറയുന്നത്. സയന്റിഫിക് നോളജ് ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യന്റെ ജീവിതം ലളിതമാക്കുന്നു. ആ ലളിതമാക്കാൻ ഉപകരിക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ടെക്നോളജി എന്ന് പറയാവുന്നതാണ്. അതാണ് ഈ സയൻസും ടെക്നോളജിയും തമ്മിലുള്ള ഒരു ബന്ധം. അപ്പോൾ അതിൽ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, എന്താണ് സയൻസ്,
വാട്ട് ഈസ് സയൻസ്? നിങ്ങളെല്ലാവരും സയൻസ് സ്റ്റുഡൻസ് അല്ല. അതാണ് മറ്റൊരു വെല്ലുവിളി. സയൻസ് എന്താണ്? സയൻസ് എന്ന് കേൾക്കുമ്പോഴും സയൻസ് പഠിക്കാത്തവർ ചിലപ്പോൾ പരിഭ്രമിച്ചേക്കാം. ഇതെന്തോ ഒരു മനുഷ്യനെ പേടിപ്പിക്കുന്നൊരു സംഭവമാണ് സയൻസ് എന്ന്. സയൻസ് എന്നത് ഇത്രയേ ഉള്ളൂ. മനുഷ്യൻ യുക്തിയുടെ സഹായത്താൽ ലോകത്തിനെ മനസ്സിലാക്കാനുള്ള ശ്രമം, അത്രയേ ഉള്ളൂ സയൻസ്. യുക്തിയുടെ സഹായത്താൽ ലോകത്തിനെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നു. അവൻ ജീവിക്കുന്ന പ്രദേശത്തെ യുക്തിയുടെ സഹായത്താൽ അറിയാനായിട്ട് ശ്രമിക്കുന്ന ആ ശ്രമത്തിനെയാണ് സയൻസ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ അതിന് മനുഷ്യൻ ഉണ്ടായ കാലം മുതലേ അത്തരത്തിലുള്ളൊരു ചിന്ത ഉണ്ടായിട്ടില്ല. സയൻസ് ഡെവലപ്പ് ചെയ്യപ്പെടുന്നത് ഇന്ന് അറിയപ്പെടുന്ന സയൻസ് ഒരു 15-ാം നൂറ്റാണ്ടില്, ഒരു 15-ാം നൂറ്റാണ്ട് 14-ാം നൂറ്റാണ്ടിലേക്ക് ആ സമയത്താണ്, 14-ലേക്ക് പോയിട്ടില്ല, സയൻസ് രൂപം കൊള്ളുന്നത്. അതായത് അന്ന് വരെ മനുഷ്യൻ ജീവിച്ചുകൊണ്ടിരുന്ന ഒരു ഇരുണ്ട കാലഘട്ടം, അതായത് അവന്റെ ചോദ്യങ്ങൾക്കൊന്നും യുക്തിപരമായിട്ടുള്ള ഉത്തരം ലഭിക്കാതിരുന്ന ഒരു കാലഘട്ടം. എന്താണ് ഇടിമിന്നൽ എന്ന് അന്ന് മനുഷ്യൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. അതാരോടെങ്കിലും ചോദിച്ചു കഴിയുമ്പോൾ അയാൾ പറയും അത് ദേവലോകത്തിലെ അസുരന്മാരും ഈ ദേവന്മാരും തമ്മിൽ യുദ്ധം ചെയ്യുന്നതാണ്. അവരന്ന് അതുകൊണ്ട് തൃപ്തിപ്പെട്ടിരുന്നു. അങ്ങനത്തെ എന്തെങ്കിലും ചോദ്യങ്ങൾ. എന്താണ് മഴ? ദൈവത്തിന്റെ അനുഗ്രഹമല്ലേ എന്ന് പറയുമ്പോൾ ആ അറിവുകൊണ്ട് തൃപ്തിപ്പെട്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും മാറിക്കൊണ്ട് മനുഷ്യൻ അതല്ല യഥാർത്ഥത്തിൽ അവിടെ സംഭവിക്കുന്നത്, അതായിരിക്കില്ല യഥാർത്ഥത്തിൽ അവിടെ സംഭവിക്കുന്നത്, മറ്റെന്തോ അവിടെ സംഭവിക്കുന്നു. അത് മനുഷ്യൻ യുക്തിയുടെ സഹായത്താൽ അതിനെ തീക്ഷ്ണമായിട്ട് നിരീക്ഷിച്ചുകൊണ്ട് അതിനെ വ്യക്തതയോടുകൂടി മനസ്സിലാക്കാനായിട്ട് മനുഷ്യൻ ശ്രമം നടത്തുന്നത് ഈ പറഞ്ഞ പോലെ അതിന് മുമ്പ് നടത്തിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഇന്നറിയപ്പെടുന്ന മോഡേൺ സയൻസ് എന്ന് പറയുന്നത് വികാസം പ്രാപിക്കുന്ന ഇത്തരത്തിലുള്ള ചിന്തകൾ ആരംഭിക്കുന്നത് ഞാൻ ഈ പറഞ്ഞ പോലെ ഈ 15-ാം നൂറ്റാണ്ടിലൊക്കെ അത് ആരംഭിക്കുകയാണ്. നമ്മൾ പറയപ്പെടുന്ന യൂറോപ്പിലാണ് അത് ആരംഭിക്കുന്നതെന്നാണ് പൊതുവെ നമ്മൾ അംഗീകരിച്ചിട്ടുള്ളത്. അപ്പൊ അത് അങ്ങനെയുള്ള ചിന്തകൾ ആരംഭിക്കുകയും അത്തരം ചിന്തകളിലൂടെ മനുഷ്യൻ പതുക്കെ പതുക്കെ വികാസം പ്രാപിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് സയൻസ് രൂപീകരിക്കുകയുണ്ടായി. അപ്പൊ അത്തരത്തിൽ സയൻസ് ഇങ്ങനെ നൂറ്റാണ്ടുകളോളം ഡെവലപ്പ് ചെയ്ത് ഇന്നത്തെ സ്റ്റേജിലെത്തുകയും അതിനോടൊപ്പം തന്നെ ഈ സയൻസ് മൂലം അറിഞ്ഞ കാര്യങ്ങൾ എവിടെയെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്യാനുള്ള ശ്രമങ്ങൾ അതിനോടൊപ്പം തന്നെ നടക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ടെക്നോളജി ഡെവലപ്പ് ചെയ്തു. അപ്പൊ ഇതിൽ ടെക്നോളജി ഉണ്ട്, സയൻസും ഉണ്ട്. സയൻസ് എന്താണ്? യുക്തിപരമായിട്ട് ലോകത്തിനെ മനസ്സിലാക്കാനുള്ള ശ്രമം, യുക്തിചിന്ത ഉപയോഗിച്ചുകൊണ്ട് എവിഡൻസിന്റെ സഹായത്താൽ വിശദീകരിക്കുന്നു. നേരത്തെ പറഞ്ഞ ഈ ഇടിമിന്നൽ എന്താണെന്ന് ചോദിച്ചാൽ അത് ദേവലോകത്തെ ദേവന്മാരും അസുരന്മാരും തമ്മിൽ യുദ്ധം ചെയ്യാണ്. എവിടെ ദേവന്മാർ ചോദിച്ചാൽ കാണിച്ചു തരാൻ പറ്റില്ല. എവിടെ അസുരന്മാർ? ഇല്ല, അതൊരു അപ്പുറത്താണ്, അത് നമുക്ക് കാണാൻ പറ്റില്ല എന്ന് പറയുന്നതിന് പകരം സയൻസിൽ എവിഡൻസിന്റെ സഹായത്തോടുകൂടി, തെളിവിന്റെ സഹായത്തോടുകൂടി പ്രസന്റ് ചെയ്യാണ് കാര്യങ്ങൾ. അപ്പൊ അത്തരത്തിലുള്ള ചിന്തയാണ് സയൻസ് എന്ന് പറയുന്നത്. സയൻസാണ് ഏറ്റവും മികച്ചതെന്നല്ല പറയുന്നത്, സയൻസാണ് എല്ലാം എന്നുമല്ല പറയുന്നത്. ഉദാഹരണത്തിന് ലവ്, സ്നേഹം സയൻസ് അല്ല. ഇറ്റ് ഈസ് നോട്ട് സയൻസ്, ബട്ട് ഇറ്റ് ഈസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ തിങ് എന്ന് പറയാറുണ്ട്. സ്നേഹം എന്ന് പറയുന്നത് സയൻസ് അല്ല. ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇദ്ദേഹം ചിലപ്പോൾ സയൻസ് ആണോ ലോകത്തിലെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുകയാണെന്ന് ചിലപ്പോൾ തെറ്റിദ്ധരിക്കപ്പെടാം. ഞാനങ്ങനെ വിശ്വസിക്കുന്ന ആളല്ല. അപ്പൊ അതിനൊരു ഉദാഹരണമാണ് ഈ പറഞ്ഞത്. അപ്പൊ ഇത്തരത്തിൽ ഈ 15-ാം നൂറ്റാണ്ടെന്ന് പറഞ്ഞ ഈ കാലഘട്ടത്തിന് മുമ്പും മനുഷ്യൻ അവന്റെ ജീവിതം ലളിതമാക്കാനുള്ള ചിന്തകൾ പണ്ട് മുതലേ അവന്റെ മനസ്സിലുണ്ടായിരുന്നു. വേണമെങ്കിൽ ടെക്നോളജിയുടെ ആദ്യ രൂപം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഇപ്പൊ പണ്ട് ഗുഹയിൽ ജീവിച്ചിരുന്ന മനുഷ്യൻ ഒരു മാൻപേട നടന്നിങ്ങനെ പോകുന്നു. അപ്പൊ അതിനെ വിശക്കുന്നുണ്ട് ഇവന്. അപ്പൊ അതിനെ എറിഞ്ഞു വീഴ്ത്താനായിട്ട് പരന്ന കല്ലുകൾ
അവൻ കൂർപ്പിച്ച് കൂർത്ത കല്ലുകളാക്കി മാറ്റി ഒരു വടിയുടെ അറ്റത്ത് കുത്തി കുന്തമാക്കി മാറ്റി. വേണമെങ്കിൽ അതിനൊരു ടെക്നോളജി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അവനവിടെ സയന്റിഫിക് നോളജ് ഒന്നും അല്ല അപ്ലൈ ചെയ്തത്. പക്ഷെ നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ അവന്റെ ജീവിതം കുറച്ചുകൂടി ലളിതമാക്കാനായിട്ട്, അല്ലെങ്കിൽ ഈ മാൻപേടയുടെ പുറകെ ഓടണം, അത് ഓടും, അതിന് ഓടിപ്പിടിക്കണം. ഇത് ഈ സംഗതി ഉണ്ടെങ്കിൽ അതിനെ വേണമെങ്കിൽ എറിഞ്ഞ് താഴെ ഇടാം. അപ്പൊ ആ കല്ലിനെ അവന്റെ ജീവിതം ലളിതമാക്കാനുള്ള ഒരു വസ്തുവാക്കി മാറ്റി. വേണമെങ്കിൽ ആ കുന്തത്തെ ടെക്നോളജിയുടെ ആദ്യ രൂപമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. അതുപോലെ തന്നെ അവൻ വസ്ത്രത്തിന്റെ അവന്റെ കണ്ടുപിടുത്തം, വസ്ത്രം കണ്ടുപിടിക്കാന്ന് വെച്ചാൽ മൃഗങ്ങളുടെ തോല് ഉരിച്ചുകൊണ്ട് അവൻ വസ്ത്രം ഉണ്ടാക്കുന്നു. ആ വസ്ത്രത്തിന്റെ കണ്ടുപിടുത്തമാണ് തണുപ്പുള്ള പ്രദേശങ്ങളിലേക്ക് അവനെ പോകാനായിട്ട് പര്യാപ്തനാക്കിയത്. തണുപ്പുള്ള പ്രദേശങ്ങളിലേക്ക് അവൻ പോയി. മനുഷ്യൻ ഒരു സ്ഥലത്ത് ഒതുങ്ങിക്കൂടി ഇരുന്ന ആളല്ല. ആഫ്രിക്കയിലാണ് ഈ ജീവി ഉണ്ടായതെന്നാണ് പൊതുവെ സയൻസ് പറയുന്നത്, ആഫ്രിക്കയിൽ. അപ്പൊ അവിടെ ഉണ്ടായ കാലം മുതലേ ഇതിങ്ങനെ പടർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോയി പടർന്ന് പിടിച്ചുകൊണ്ടിരുന്നു മനുഷ്യന്റെ മറ്റൊരു സ്വഭാവം അതാണ്. അവൻ പടർന്നുകൊണ്ടിരിക്കും. പടർന്ന് പന്തലിക്കുന്ന ഒരു ജീവി വിഭാഗമാണ് ഈ മനുഷ്യൻ. ഒരു സിനിമയുണ്ട്, ഒരു ഗംഭീരമായിട്ടുള്ളൊരു ഇംഗ്ലീഷ് സിനിമ, മെട്രിക്സ് എന്നാണ് അതിൻ്റെ പേര്. മെട്രിക്സ് കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. മെട്രിക്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് പഴയ സിനിമയാണ്. അപ്പൊ അതിന് 3 ഭാഗങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ ഭാഗമാണ് ഏറ്റവും ഗംഭീരം, മറ്റത് രണ്ടും അത്ര അല്ല. അതില് സംഭവിക്കുന്നത്, അതിലെ യന്ത്രമനുഷ്യന്മാരുടെ നേതാവ്, ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ യന്ത്രമനുഷ്യന്മാരുടെ നേതാവ് മനുഷ്യന്റെ നേതാവിനെ കിഡ്നാപ്പ് ചെയ്യും. അവർ തമ്മിലൊരു ഫൈറ്റാണ്. മനുഷ്യന്റെ നേതാവിനെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് അവനോട് പറയാണ്, മനുഷ്യന്റെ നേതാവിനോട്, യന്ത്രമനുഷ്യന്റെ നേതാവ് പറയാണ്, ഞാൻ നിങ്ങളുടെ ഈ സ്പീഷീസിനെ, ഈ മനുഷ്യൻ എന്ന് പറഞ്ഞ ജീവി വർഗത്തിനെ ഞാൻ നിരീക്ഷിക്കുകയായിരുന്നു. നിങ്ങൾ പൊതുവെ പറയപ്പെടുന്നത് മാമൽസ് എന്ന വിഭാഗത്തിൽ പെടുന്നവരാണ് നിങ്ങളെന്നാണ്. അപ്പം മറ്റ് മാമൽസിനെയൊക്കെ ഞാൻ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ അവരൊക്കെ പ്രകൃതിയുമായിട്ടൊരു സന്തുലിതാവസ്ഥയിലാണ് അവരൊക്കെ ജീവിക്കുന്നത്. മറ്റ് മൃഗങ്ങളുടെ കാര്യം നോക്കുന്നുണ്ട്, മരങ്ങളുടെ കാര്യം നോക്കുന്നുണ്ട്. ആ മാമൽസിൽ പെടുന്ന മനുഷ്യനൊഴിച്ചുള്ള മറ്റ് ജീവികളെല്ലാം പ്രകൃതിയുമായിട്ട് ഒരു സന്തുലിതാവസ്ഥയിലാണ് ജീവിക്കുന്നത്. പക്ഷെ നിങ്ങൾ അങ്ങനെ അല്ല. നിങ്ങൾ ജീവിക്കുന്ന രീതി ഞാൻ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ നിങ്ങൾ കൂട്ടമായിട്ടൊരു സ്ഥലത്തേക്ക് വരും, എന്നിട്ട് അവിടെ പെറ്റ് പെരുകും, എന്നിട്ട് അവിടുത്തെ പ്രകൃതി വിഭവങ്ങൾ മുഴുവൻ കൊള്ളയടിക്കും. അതിനുശേഷം നിങ്ങൾക്ക് സർവൈവ് ചെയ്യാനുള്ള ഒരേ ഒരു മാർഗം പ്രകൃതി വിഭവങ്ങളുള്ള മറ്റു സ്ഥലത്തേക്ക് പോകുക എന്നുള്ളതാണ്. അവിടെ ചെന്നിട്ട് അവിടെയും പ്രകൃതി വിഭവങ്ങൾ മുഴുവൻ കൊള്ളയടിക്കും, പെറ്റ് പെരുകും, എന്നിട്ട് വീണ്ടും വേറെ സ്ഥലത്തോട്ട് പോകും അത് തീർന്നു കഴിയുമ്പോൾ. അപ്പോൾ മാമൽസ് അത്തരത്തിലുള്ളതല്ല, നിങ്ങൾ മാമൽസിൽ പെടുന്നതല്ല. ഇതേ സ്വഭാവ സവിശേഷത പ്രകടിപ്പിക്കുന്ന മറ്റൊരു ജീവി മാത്രമേ ഭൂമിയിലുള്ളൂ. അതിൻ്റെ പേരാണ് വൈറസ് എന്നാണ് ഈ യന്ത്രമനുഷ്യന്റെ ഈ നേതാവ് പറയുന്നത്. അപ്പോൾ ഈ മനുഷ്യൻ എന്ന് പറയുന്നത് വൈറസിന്റെ സ്വഭാവ സവിശേഷത പ്രകടിപ്പിക്കുന്ന ഒരു ജീവിവർഗമാണെന്ന് ഈ യന്ത്രമനുഷ്യന്റെ നേതാവ് പറയുന്നത്. വളരെ ചിലപ്പോൾ നമ്മൾ ആലോചിച്ച് കഴിയുമ്പോൾ അത് ശരിയാണെന്ന് നമുക്ക് തോന്നാം, മനുഷ്യന്റെ ഒരു ജീവിത രീതി കാണുമ്പോൾ. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്, ഈ മനുഷ്യൻ ഇങ്ങനെ എപ്പോഴും പടരാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ജീവിയാണ് ഈ മനുഷ്യൻ എന്ന് പറയുന്നത്. വസ്ത്രങ്ങളുടെ കണ്ടുപിടുത്തത്തോടെ തണുത്ത പ്രദേശത്തേക്ക് പോയി. അതോടൊപ്പം മനുഷ്യന്റെ ചരിത്രത്തിൽ അങ്ങനെ നിരവധി അവന്റെ ജീവിതത്തിനെ ലളിതമാക്കിയിട്ടുള്ള നിരവധി കണ്ടുപിടുത്തങ്ങൾ അല്ലെങ്കിൽ തിരിച്ചറിവുകൾ എല്ലാം ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ചക്രത്തിന്റെ കണ്ടുപിടുത്തം, ചക്രം, വീൽസ്, ഇൻവെൻഷൻ ഓഫ് വീൽ വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. അതും വേണമെങ്കിൽ ടെക്നോളജി ആയിട്ട് നമുക്ക് പറയാവുന്നത്. വാഹനങ്ങൾ, വീൽ ഉപയോഗിച്ചുകൊണ്ടുള്ള വാഹനങ്ങൾ, മൃഗങ്ങൾ വലിക്കുന്ന വാഹനങ്ങൾ, അങ്ങനെ നിരവധി അത്തരത്തിൽ പ്രാചീനമായിട്ടുള്ള നിരവധി കാര്യങ്ങൾ അതിനൊക്കെ വേണമെങ്കിൽ ടെക്നോളജി എന്ന ഗണത്തിൽ വേണമെങ്കിൽ നമുക്ക് പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ പ്രിന്റിങ്ങിന്റെ കണ്ടുപിടുത്തം, പ്രിന്റിങ്ങിന്റെ കണ്ടുപിടുത്തത്തോടു കൂടിയാണ്
മനുഷ്യർ തമ്മിലൊരു ഒരു കൂട്ടായ്മ വന്നത്. അതായത് ഒരു സ്ഥലത്ത് ഉണ്ടായ അറിവ് വളരെ പെട്ടെന്ന് തന്നെ അടുത്ത സ്ഥലത്തേക്ക് കൈമാറ്റം ചെയ്തു. അതിനു മുമ്പ് അതിന് സാധിച്ചിരുന്നില്ല. ഒരു സ്ഥലത്ത് ഉണ്ടായ അറിവ് എഴുതാം, പ്രിന്റ് ചെയ്യാം, ഉടനെ തന്നെ അത് അടുത്ത സ്ഥലത്തേക്ക് കൈമാറ്റം ചെയ്യാം. അവരെ അത് ഇൻസ്പയർ ചെയ്യും, അവരതിനെക്കുറിച്ച് ചിന്തിക്കും. അങ്ങനെ മനുഷ്യരുടെ കൂട്ടായ ഒരു പ്രവർത്തനം, ആ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ അതുവരെ ഉണ്ടായിരുന്ന ഒരു ഇരുണ്ട കാലഘട്ടത്തിൽ നിന്ന്, അതായത് മതപുരോഹിതന്മാരും പ്രഭുക്കന്മാരും ഒക്കെ നിയന്ത്രിച്ചിരുന്ന അവസാന വാക്കായിട്ട് അവരുടെ വാക്കുകൾ കണക്കാക്കപ്പെട്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും മനുഷ്യൻ സ്വതന്ത്രമായിട്ട് അവൻ്റെ ബുദ്ധിശക്തി ഉപയോഗിച്ചുകൊണ്ട് പല കാര്യങ്ങളും കണ്ടെത്താനുള്ള ശ്രമം ആരംഭിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച ഒരു കണ്ടുപിടുത്തമാണ് ഈ പ്രിന്റിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ അറിവുകളുടെ ഒരു വേണമെങ്കിൽ നമുക്കൊരു സ്ഫോടനം എന്നൊക്കെ നമുക്ക് പറയാവുന്നതാണ്. ആ സ്ഫോടനത്തിൻ്റെ ഫലമായിട്ട് നിങ്ങളിപ്പോൾ ഹിസ്റ്ററിയിലും അതിലൊക്കെ പഠിച്ചു കാണും, നവോത്ഥാനം, റിനൈസൻസ് എന്നത്. അതിനുശേഷം ജ്ഞാനോദയം എന്ന് പറഞ്ഞൊരു യൂറോപ്പിലാണ് അതൊക്കെ സംഭവിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. ജ്ഞാനോദയം എന്ന് പറഞ്ഞൊരു കാലഘട്ടം ഉണ്ടാവുന്നു. അതിൻ്റെ പ്രോഡക്റ്റായിട്ട് സയൻസ് ഡെവലപ്പ് ചെയ്യപ്പെടുന്നു. അങ്ങനെ ഒരു വ്യവസായ വിപ്ലവം, ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എന്നൊക്കെ നമ്മൾ പറയുന്ന ആ കാര്യത്തിന് ഉണ്ടാവുന്നു. അപ്പോൾ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ഉണ്ടാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സയൻസ് ആൻഡ് ടെക്നോളജിയാണ്. സയൻസിൻ്റെയും ടെക്നോളജിയുടെയും സഹായത്തോടു കൂടി നിരവധി മെഷീൻസ് കണ്ടുപിടിക്കുകയും അത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷനെ, വ്യവസായ വിപ്ലവത്തിന് തന്നെ കാരണമാവുകയും ചെയ്തു എന്നുള്ളതാണ് ആ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ യൂറോപ്പിലൊക്കെ ഇത് നൂറ്റാണ്ടുകൾ നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സായിരുന്നു ഈ സംഭവം. അതായത് ആ സൊസൈറ്റി ഒരു മോഡേൺ സൊസൈറ്റി ആയിട്ട് മാറിയത് ഞാൻ നേരത്തെ പറഞ്ഞു 15-ാം നൂറ്റാണ്ട് മുതൽ 16, 17, 18, 19 അങ്ങനെ നൂറ്റാണ്ടുകൾ നീണ്ടു നിന്ന ഒരു പ്രോസസ്സിലൂടെയാണ് യൂറോപ്പ് എന്ന് പറയുന്ന പ്രദേശം ഒരു മോഡേൺ ആയിട്ട് മാറിയത്. നേരെ മറിച്ച് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഇന്ത്യയിൽ ഇതെല്ലാം കൂടി ഒരുമിച്ചാണ് വന്നത്. കുറച്ച് വൈകിയാണ് ഇവിടെ വന്നത്. അത് നൂറ്റാണ്ടുകൾ നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സ് അവിടെ നടന്നിട്ടില്ല ഇന്ത്യയിൽ. ഇന്ത്യ മോഡേൺ ആവുമ്പോൾ നമ്മൾ മോഡേൺ ഇന്ത്യ എന്നൊക്കെ പറയും. മോഡേൺ ഇന്ത്യ, നമ്മളൊക്കെ മോഡേൺ ആണ് എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും ആത്മീയമായ തലത്തിൽ മോഡേൺ ആയിട്ടില്ല. ആകാതിരിക്കാനുള്ള കാരണം ഇങ്ങനെ നൂറ്റാണ്ടുകൾ തലമുറകളായിട്ട് നീണ്ടു നിന്ന ഒരു പ്രോസസ്സിലൂടെ അല്ല നമ്മൾ മോഡേൺ ആയത്. ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ കയ്യിലൊക്കെ മൊബൈൽ ഫോൺ ഉണ്ടായിരിക്കും, വാഹനങ്ങൾ ഉപയോഗിക്കുന്നുണ്ടായിരിക്കും, ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ വീടുകളിലാണെങ്കിൽ നിറയെ ടെക്നോളജി കൊണ്ട് നിറഞ്ഞതായിരിക്കും. പക്ഷേ അതിനിടയിൽ ജീവിക്കുന്ന ഈ വ്യക്തി ആന്തരികമായിട്ട് ഒരു ഗോത്ര സ്വഭാവം കാണിക്കുന്ന ആളായിരിക്കും എന്നുള്ളതാണ് ഈ ഇന്ത്യൻ ആളുകളുടെ പ്രത്യേകത. ഗോത്ര സ്വഭാവം കാണിക്കുമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മകള് ഒരു അന്യമതത്തിൽപ്പെട്ട ആളുമായിട്ട് വിവാഹം ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ അവളെ അടിച്ച് പുറത്താക്കും. അല്ലെങ്കിൽ എന്തായാലും ഉദാഹരണം പറയാം, ഒരു തമിഴ്നാട്ടിലോ മറ്റോ. അതുപോലെ തന്നെയുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ജാതി വ്യവസ്ഥ ഇവിടെ നിലനിൽക്കുന്നു എന്നുള്ളത്. ഒരു വിവാഹം ആലോചിക്കുമ്പോൾ ഈ മോഡേൺ ആയിട്ടുള്ള ആളായിരിക്കും, വലിയ മൊബൈൽ ഫോൺ ടെക്നോളജിയൊക്കെ ഉപയോഗിച്ച് ഞാൻ മോഡേൺ ആണെന്ന് അഹങ്കരിക്കുന്ന ആളായിരിക്കും. ആദ്യം ചോദിക്കുന്നത് പയ്യൻ നമ്മുടെ ജാതിക്കാരനല്ലേ, നമ്മുടെ ആളല്ലേ എന്നായിരിക്കും ആദ്യം ചോദിക്കുന്നയാളുടെ ചോദ്യം. അതാണ് ഞാൻ പറഞ്ഞത്, മോഡേൺ എന്ന് പറയുമ്പോൾ വെറും ഒരു ഫോട്ടോസ്റ്റാറ്റ് കോപ്പി മാത്രമാണ് നമ്മുടെ സമൂഹത്തിലുള്ള ആളുകൾ. ആന്തരികമായിട്ട് മാറിയിട്ടില്ല. നേരെ മറിച്ച് ഈ യൂറോപ്പിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ എല്ലാവരും ചെയ്യുന്നല്ല, എന്നാൽ അവരേറെക്കുറെ മാറി. അത് നൂറ്റാണ്ടുകൾ നീണ്ടു നിന്നൊരു പ്രോസസ്സിലൂടെ ഇത് സംഭവിച്ചതുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു മാറ്റം ഉണ്ടായത്. നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ അത് രസകരമായിട്ടുള്ള നിരവധി ഉദാഹരണങ്ങൾ, വലിയ വലിയ പുരോഗമനവാദികൾ, വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയുന്നവർ, ഞാനടക്കം
ഞാനതിൽ നിന്നും മോചിതനായിട്ട് നിന്ന് പറയുന്നതല്ല. സ്വന്തം കാര്യം വന്നു കഴിയുമ്പോൾ പഴയ ഗോത്രത്തലവനായി മാറും, പഴയ മറ്റേ ഗോത്ര സ്വഭാവം. അതാണ് അതിൻ്റെ ഒരു അവസ്ഥ. ചിലപ്പോൾ കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മളും മാറിയേക്കാം നല്ല കാര്യം. അപ്പം ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പൊതുവെ പറയപ്പെടുന്നത്, നേരത്തെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന് പറഞ്ഞു, ഇപ്പോൾ നമ്മൾ ഈ ആ ഇൻഡസ്ട്രിയൽ ഏജിൽ നിന്നും മറികടന്നുകൊണ്ട് നോളജ് ഏജിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നാണ് നമ്മൾ പറയപ്പെടുന്നത്. നോളജ് ഏജ് ഇന്നത്തെ സമൂഹത്തിൽ, ലോകത്തിൽ ഏറ്റവും അധികം വിലമതിക്കുന്നത് നോളജാണ്. ചിലപ്പോൾ നമുക്ക് സംശയം തോന്നാം, ഇവിടെ വിദ്യാഭ്യാസമുള്ളവനൊന്നും ഒരു വിലയില്ലല്ലോ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ നോളജിനാണ് ഏറ്റവും അധികം വിലമതിക്കുന്നത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരൻ ആരാണ്? ആരാണ് ആരാണ് അയാൾ? ആരാണ് അയാൾ? ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരൻ ബിൽ ഗേറ്റ്സ്. അദ്ദേഹമാണോന്ന് ഇപ്പൊ അത് ഇടക്കിടക്ക് അദ്ദേഹം തന്നെയാണ് അല്ലേ? ശരിയാണ് അല്ല? ഇടയ്ക്ക് ആ പട്ടിക പുറത്തിറക്കുമ്പോൾ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെറിയ, പക്ഷെ ഇപ്പോഴും ബിൽ ഗേറ്റ്സ് ആണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരൻ. എങ്ങനെയാണ് അദ്ദേഹം ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനായത്? കട്ടിട്ടും പിടിച്ചുറച്ചിട്ടൊന്നല്ലല്ലോ. എങ്ങനെ അദ്ദേഹം ആ കോടീശ്വരനായി? യെസ്, എന്താണ്? ഏതാണ്? അതെ, ടെക്നോളജി. എന്ത് ടെക്നോളജിയാണ് അദ്ദേഹത്തിന് അറിയാവുന്നത്? അതെ, വിൻഡോസ്. മൈക്രോസോഫ്റ്റ് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണത്. എല്ലാവരും ഉപയോഗിക്കുന്നതാണ്. കമ്പ്യൂട്ടർ തുറന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് അവിടെ എഴുതി കാണിക്കും മൈക്രോസോഫ്റ്റ് വിൻഡോസ്. ഇപ്പൊ പിന്നെ വേറെ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഒക്കെ വരുന്നുണ്ട്. മൈക്രോസോഫ്റ്റ് വിൻഡോസ്, ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടാക്കാനുള്ള സോഫ്റ്റ്വെയർ, ആ അറിവ് ബിൽ ഗേറ്റ്സിനുണ്ട്. അദ്ദേഹത്തിന്റെ കുത്തകയായിട്ടിരിക്കുകയാണ്. ആ അറിവ് അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിൽ നിന്ന് ആ അറിവ് വേണമെങ്കിൽ അദ്ദേഹത്തിന് പൈസ കൊടുക്കണം. നമ്മൾ ഇന്ത്യക്കാർ പൈസ കൊടുക്കാറില്ല. നമ്മളങ്ങനെ ഒന്നും അങ്ങനെ പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന ശീലമുള്ളവരല്ല. നമ്മളത് അടിച്ചു മാറ്റാറാണ് പതിവ്. നിങ്ങളൊക്കെ കമ്പ്യൂട്ടർ ഉപയോഗിക്കുമ്പോൾ എഴുതി കാണിക്കും മൈക്രോസോഫ്റ്റ് വിൻഡോസ് എന്ന് പറഞ്ഞ് എഴുതി കാണിക്കും. അപ്പോൾ ആ കമ്പ്യൂട്ടർ ആരാണോ, അല്ലെങ്കിൽ നിങ്ങളോട് തന്നെ വേണമെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ അടുത്തുള്ള ആരോട് ചോദിക്കാം, ഇതിന് പൈസ എന്തെങ്കിലും കൊടുത്തിരുന്നോ? ഇത് വിൻഡോസിന് ഇല്ല എന്ന് പറയും. അത് മോഷണമാണ്. അത് വേറൊരാളുടെ ഒരു കടയിൽ ചെന്നിട്ട് ഒരു എന്തെങ്കിലുമൊക്കെ സംഭവം അടിച്ചു മാറ്റി പോക്കറ്റിലിട്ട് കൊണ്ടുവരുന്ന പോലെ തന്നെയുള്ള ഒരു കലയായിട്ടുള്ള മോഷണം തന്നെയാണ്. അതായത് നമ്മൾ ബിൽ ഗേറ്റ്സിൻ്റെ അടിച്ചു മാറ്റിയത്, ബിൽ ഗേറ്റ്സിൻ്റെ നിന്ന് അടിച്ചു മാറ്റിയെന്നുള്ളൊരു അഭിമാനം. ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരൻ്റെ നിന്ന് നമ്മൾ വിൻഡോസ് മോഷ്ടിച്ചുപയോഗിക്കുന്നവരാണ്. പക്ഷേ അതിന് വേണമെങ്കിൽ അദ്ദേഹം കേസിനൊന്നും പോകാറില്ല, നമ്മൾ ഇതെടുത്തു എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇത് കിട്ടണമെങ്കിൽ പണം കൊടുക്കണം. പണം കിട്ടുന്നത് ബിൽ ഗേറ്റ്സിനാണ്. ഈ അറിവിൻ്റെ മുതലാളി, ഈ അറിവിൻ്റെ കുത്തക മുതലാളിയായിട്ടുള്ള ബിൽ ഗേറ്റ്സിന് പണം കൊടുത്താലാണ് ഈ അറിവ് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത്. അങ്ങനെ പണം കിട്ടിയാണ് ബിൽ ഗേറ്റ്സ് ഏറ്റവും വലിയ കോടീശ്വരനായത്. ഇനി ഈ ബിൽ ഗേറ്റ്സ് എന്ന ഈ ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനെ മറികടന്നുകൊണ്ട് എനിക്ക് ആവാം. ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരൻ ആരാണെന്ന് ചോദിച്ചാൽ അനൂപ്. സെക്കൻഡ് പ്ലേസിൽ തൊട്ട് താഴെ അല്ലെങ്കിൽ കുറച്ച് ബാക്കിലായിട്ട് ബിൽ ഗേറ്റ്സ് എന്ന പൊസിഷനിൽ എനിക്ക് എത്താനായിട്ട് കഴിയും. അതിനെന്തെങ്കിലും സാധ്യതയുണ്ടോ? എങ്ങനെ എത്താനായിട്ട് കഴിയും? ഏതാണ്? എങ്ങനെ എത്താൻ പറ്റും? എനിക്ക് ആഗ്രഹമുണ്ട് അത്. പുതിയ ടെക്നോളജി. അതായത് ഈ ബിൽ ഗേറ്റ്സിനെ ആകർഷിക്കുന്ന മറ്റൊരറിവിന്റെ ഉടമയായിട്ട് ഞാൻ മാറും. ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ കുറച്ച് പച്ചിലകളൊക്കെ കൂട്ടിച്ചേർത്ത് ചതച്ച് ഒരു നീരുണ്ടാക്കി. ആ നീര് കുടിച്ചു കഴിഞ്ഞാൽ മരിക്കില്ല.
മരിക്കില്ല. അമൃത് എന്നൊക്കെ പറയാം. അതുണ്ടാക്കി. ബിൽഗേറ്റ്സിനോട് ഫോൺ ചെയ്ത് പറഞ്ഞാൽ മതി, ലോക്കൽ ബി.എഡ് കോളേജിൽ ഞാൻ ഉണ്ട്, മിസ്റ്റർ ബിൽഗേറ്റ്സ്, എൻ്റെ ഒരു മരുന്നുണ്ട്, അത് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ മരിക്കില്ല. ബിൽഗേറ്റ്സിനെ അത് ആകർഷിക്കും. എല്ലാവരും ആകർഷിക്കണമെന്ന് നിർബന്ധമില്ല. മനസ്സിലായോ? ഇന്നലെ ഞാൻ നെറ്റിലൊരു ഭീകര വീഡിയോ ഉണ്ട്. ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഒരാൾ, നിങ്ങൾ കണ്ടോന്നറിയില്ല, റെയിൽവേ സ്റ്റേഷനിൽ ഒരു ട്രെയിൻ വരുമ്പോൾ ഒരാളിങ്ങനെ പതുങ്ങി ഇങ്ങനെ നിൽക്കുകയാണ്. ഒരു പയ്യൻ ട്രെയിൻ അങ്ങ് വന്നപ്പോഴേക്കും അവനങ്ങ് എടുത്തിയാടി ട്രെയിനിൻ്റെ മുമ്പിലേക്ക്. കണ്ടിരുന്നല്ലേ? ആത്മഹത്യ ചെയ്തോളൂ. ഇന്ത്യയിൽ തന്നെയാണ്, മുംബൈയിലെ റെയിൽവേ സ്റ്റേഷനിൽ പട്ടാപ്പകൽ. അപ്പം എല്ലാവരും ആകർഷിക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷെ ബിൽഗേറ്റ്സിനെ എന്തായാലും ആകർഷിക്കും. അദ്ദേഹം ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനാണ്. ആകർഷിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ ഉടനെ തന്നെ ബിൽഗേറ്റ്സ് ഇവിടെ വരും. അദ്ദേഹം ചിലപ്പോൾ പറയും എന്നോട്, നീ ഒരു ടിക്കറ്റ് ഞാൻ അയച്ചു തരാം, വന്നാൽ ന്യൂയോർക്കിലേക്ക് വന്നോ. ഞാൻ പറയേ അതൊന്നും പറ്റില്ല, ഇവിടെ വരണം. ഇവിടെയാണോ ഇരിക്കുന്നത്? ബിൽഗേറ്റ്സ് തൊട്ടടുത്ത ഫ്ലൈറ്റിൽ കയറിയിട്ട് ഇവിടെ വരികയും അദ്ദേഹം എന്നോട് ചോദിക്കും, ആ മരുന്നൊന്ന് എനിക്ക് തരണം, എന്താണ് വേണ്ടത്? ഞാൻ പറയും, താങ്കളുടെ കയ്യിലുള്ള എല്ലാ സമ്പാദ്യവും എനിക്ക് തരണം. ബിൽഗേറ്റ്സ് തരും, ഉറപ്പാണ്. കാരണം അദ്ദേഹത്തെ പകുതി ചോദിച്ചാലും മതി. പക്ഷെ എനിക്ക് ഈ പണത്തിനോടൊരു അത് എന്നെക്കാളും ആക്കണം എന്നാണ് അൽജോനല്ലേ? അതൊരു ഐഡിയ കേട്ടാ, അതുള്ളതാ. എല്ലാ കോടീശ്വരന്മാരും. നമ്മളിവിടെ ഉള്ളൊരു കോടീശ്വരനാണെങ്കിൽ ആകെ കുത്തുവാള എടുത്തു പോയല്ലേ, മറ്റേ ഈ വിജയ് മല്യ. അപ്പൊ അങ്ങനെ ചെയ്യാവുന്നതാണ്, അങ്ങനെ ചെയ്യാം. അത് ഞാൻ പറഞ്ഞ രീതിയിലാണ് ബിൽഗേറ്റ്സ് അദ്ദേഹത്തിന്റെ സമ്പാദ്യം മുഴുവൻ എനിക്ക് തരികയും ആ മരുന്നെടുത്തുകൊണ്ട് പോവുകയും ചെയ്യും. ഒരു 5 വർഷം കഴിയുമ്പോൾ ബിൽഗേറ്റ്സ് അതുപോലെ തന്നെ ആയിരിക്കും. ഞാൻ ഇതുപോലെ തന്നെ ആയി മാറിയിട്ടുണ്ടാവാം. അത് മറ്റൊരു കാര്യം. മനസ്സിലായോ? കാരണം ബിൽഗേറ്റ്സിന് അറിയാം എങ്ങനെയാണ് പണം ഉണ്ടാക്കേണ്ടത്. ഞാൻ ചിലപ്പോൾ അത് ബാങ്ക് അക്കൗണ്ടിലിട്ടിട്ട് ആ പലിശ കൊണ്ട് നമ്മൾ സുഖമായിട്ട് ജീവിക്കുകയും ചെയ്യുന്ന അവസ്ഥ. അപ്പോൾ 1-2 കൊല്ലത്തേക്ക് ഞാനായിരിക്കും ബിൽഗേറ്റ്സിനേക്കാൾ മുകളിൽ. കോടീശ്വരന്മാരുടെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും മുകളിലാവും. കാരണം ബിൽഗേറ്റ്സിനെ ആകർഷിക്കുന്ന അറിവ്, മരണത്തെ തടഞ്ഞു നിർത്തുന്ന ആ ദിവ്യൌഷധം എൻ്റെ കയ്യിലുണ്ട്. അത് ഉണ്ടായി. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്, ഈ അറിവിൻ്റെ ഉടമസ്ഥനായിരിക്കുന്ന ആള്, നോളജ് ഈസ് വാല്യൂഡ് നോട്ട് ഫോർ വാട്ട് ഇറ്റ് ഈസ് ബട്ട് ഫോർ വാട്ട് ഇറ്റ് ക്യാൻ ബി ഡൺ. അതായത് അറിവ് വാല്യൂ ചെയ്യുന്നത് ഈ കാലഘട്ടത്തിൽ അത് അറിവ് എന്താണെന്നുള്ള നിലയിലല്ല, നേരെ മറിച്ച് ആ അറിവ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള നിലയിലാണ് ഇന്ന് അറിവിനെ വാല്യൂ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിനെ നോളജ് ഏജ് എന്നാണ് നമ്മൾ വിലയിരുത്തപ്പെടുന്നത്, അറിവിൻ്റെ കാലഘട്ടം. അപ്പോൾ അറിവിനെ സൃഷ്ടിച്ചെടുക്കണം. ആ സൃഷ്ടിച്ചെടുക്കുന്ന ആളാണ് ഈ കാലഘട്ടത്തിൽ ഏറ്റവും വിലമതിക്കുന്ന ആളുകൾ. അപ്പോൾ കുട്ടികൾ ക്ലാസ് റൂമിൽ നിന്നും അറിവ് സൃഷ്ടിക്കണം അവർ. എങ്കിലാണ് അവർക്ക് ഭാവിയിലെ പുതിയ അറിവുകൾ സൃഷ്ടിക്കാനും അവർക്ക് പുതിയ രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് കഴിയൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ പഠന രീതികൾ തന്നെ അപ്പാടെ മാറ്റാൻ വേണ്ടിയുള്ളൊരു ശ്രമം നമ്മൾ നടത്തുന്നത്. പഴയ രീതിയിൽ പഠിപ്പിച്ചിട്ട് യാതൊരു കാര്യമില്ല. ഉദാഹരണം പറഞ്ഞ് ഈ രീതിയിൽ പഠിപ്പിച്ചിട്ട് നിങ്ങൾക്ക് അറിവുകൾ സൃഷ്ടിച്ചെടുക്കാനായിട്ട് കഴിയില്ല. അപ്പൊ അത്തരത്തിലുള്ള ഒരു അപ്രോച്ചായിട്ട് നമ്മുടെ പഠന രീതി മാറ്റി, അങ്ങനെ നമ്മളെ സൈക്കോളജിയിൽ നിങ്ങൾ പഠിക്കും, കൺസ്ട്രക്റ്റിവിസ്റ്റ് അപ്രോച്ച് എന്ന് പറയുന്ന അപ്രോച്ചായിട്ട് സൈക്കോളജിയിൽ പഠിക്കുന്ന ഒരു തിയറിയാണ്. അപ്പം അത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ടാണ്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എപ്പോഴും ആ കാലഘട്ടത്തിനെയും ആ സമൂഹത്തിനെയും പ്രതിഫലിപ്പിക്കും. സമൂഹത്തിന് എന്താണോ ആവശ്യം അത് വിദ്യാഭ്യാസത്തിലും പ്രതിഫലിക്കും. യുദ്ധമാണ് സമൂഹത്തിന് ആവശ്യമെങ്കിൽ
പോരാളികളെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതായിരിക്കും വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം. അങ്ങനെയായി മാറും. വലിയ ഈ കൈയൊക്കെ ബാഹുബലിയായിരിക്കും ഏറ്റവും മിടുക്കനായ വിദ്യാർത്ഥി. യുദ്ധമാണ് സമൂഹത്തിന് ആവശ്യമെങ്കിൽ ബാഹുബലിയായിരിക്കും ഏറ്റവും മിടുക്കനായ വിദ്യാർത്ഥി. ഇന്നത്തെ സമൂഹത്തിൽ യുദ്ധമല്ല ആവശ്യം. അതുകൊണ്ട് ബാഹുബലി ആയിരിക്കില്ല ചിലപ്പോൾ ഏറ്റവും മിടുക്കനായ വിദ്യാർത്ഥി.